അങ്ങനെയൊക്കെയാണ് ഇടിക്കുക അവരാദ്യം. എന്നിട്ട് ചോദിക്കുള്ളൂ എന്താടാ ലേറ്റ് ആയത്. അതായത് കുറേ ബാത്റൂമുള്ള വലിയ വീട്ടുകാരൊക്കെ നല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. ലാസ്റ്റ് ആകാശദൂത് പോലെ ഞങ്ങളെ രണ്ടുപേരെ ആർക്കും വേണ്ടാത്ത അവിടെയാണ് ഒരു ബാത്റൂം ഉണ്ടാകും. ഫ്ലൈറ്റിൽ ബോർഡർ കിടന്ന പുള്ളി പിന്നെ അവിടുത്തെ ആളായി. പിന്നെ എന്നോട് വാത്ത പോത്തിയു എന്നൊക്കെ ചോദിക്കുന്നു. എടുക്കാൻ തോന്നും. അങ്ങനെ തരുമൊന്നുമില്ല. ചേച്ചി പറഞ്ഞു ഇനി ഒരാളുടെയും തോളത്ത് കയറിയിരിക്കരുതെന്ന് പറഞ്ഞു. ചില ഏരിയ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടെങ്ങാനും പോയി താമസിച്ചാൽ മതിയായിരുന്നു. ഞാൻ കൊണ്ടുപോയി ബോംബിട്ട് തരുന്ന ഇത് ഒരെണ്ണം എനിക്ക് ഇവന് പേരിട്ടത് ഉദ്ദേശിക്കുന്ന പോലെ മടി കിടത്തി പേരിടൽ കിടപ്പൊന്നുമല്ല. ഭയങ്കര ദേഷ്യമാണ്. മയക്കൊക്കെ എടുത്തിട്ട് ഭയങ്കര ചീത്ത പറഞ്ഞോളൂ. നേഴ്സറി കുട്ടി പാന്റ് ഷർട്ട് വിട്ട് നിന്ന് എങ്ങനെയുണ്ടാവും? ഇനി ഇപ്പൊ പക്രൂനെ എളിയിൽ വെച്ചാ നടന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുള്ളറ്റിന്റെ ഇരുത്തിക്കൊണ്ടാണ് പക്രൂനെ. അതെ അതെ, അതിന്റെ ചൂട് ഇപ്പോഴും എന്ത് പുള്ളി അനീതി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാലേ പിന്നെ പുള്ളി മുകളിലോട്ട് പോകും. അതിന്റെ കൂടെ ഞാനും പോകേണ്ടി വരുമല്ലോ. ഒരു സംവിധായകൻ ഒരു ചുവട് നടന്നാൽ ഞാനൊരു 1000 ചൂട് വെക്കേണ്ടി വരും. അത്ര എഫർട്ടുണ്ട് എനിക്ക്. എന്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഇവൻ ഒന്ന് കൂട്ടി പറഞ്ഞത്. രണ്ടുപേരാണ് നായികമാര്. ഇങ്ങനെ ഒരുപാട് കാലം നായികാ ദാരിദ്ര്യം അനുഭവിച്ച് എനിക്ക് കിട്ടിയ നല്ലൊരു മഴ, എന്താ പറയാ, വേനൽമഴയാണ് ഈ സിനിമ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം നമസ്കാരം നമസ്കാരം. കീർത്തി നിർമ്മൽ പ്രസൻസ് ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് നമ്മുടെ ചാനലിലെ ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോംബോയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇവർക്ക് അങ്ങനെ വലിച്ചു നീട്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്താ പറയാ, ഒരു ടൈനി ആൻഡ് ടിനി കോംബോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യെസ്, നമ്മുടെ ഏവരെയും ടിനി ടോം ആൻഡ് പക്രു ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സാറ്റലൈറ്റിലൊക്കെ ഒരുപാട് നിങ്ങളുടെ കോമ്പോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡിജിറ്റലിൽ ആദ്യമായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇഫ്താർ കോംബോ. അതെ, ഇഫ്താർ കോംബോ, വിഷു കോംബോ എന്നൊക്കെ പറയാം. അതെ, ഇഫ്താർ കോംബോ. ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന പോലെയാണ്. അതിന്റെ ഇടയ്ക്ക് കുറച്ചു നാൾ പിന്നെ നിങ്ങളെ രണ്ടുപേരും അങ്ങനെ കാണാതെയായി. പിന്നെ പല പല സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്ത് എഴുതാലോ, നിങ്ങൾ അടിച്ചു പിരിഞ്ഞൂന്നോ, എന്താ പക്രു ചേട്ടൻ പുറത്താക്കി, ടിനി ചേട്ടൻ പുറത്താക്കി എന്നൊക്കെ ഇങ്ങനെ കേട്ടു. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് വിശദീകരിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ തീരുമാനിച്ചു ഇനി ഒരുമിച്ച് വരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. രണ്ട്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു കോമഡി ഉണ്ടാക്കുന്നത്, ഞങ്ങൾ തമ്മിലുള്ളൊരു കോമഡി ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഒരു ത്രെഡ് ഞാനായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ അതിലുള്ള കൗണ്ടേഴ്സ് എല്ലാം ഉണ്ടാക്കുന്നത് ഇവനായിരിക്കും. അത് അവനെ തന്നെ കളിയാക്കുന്ന സാധനമായിരിക്കും. മനസ്സിലായ ഉദ്ദേശം? അതായത് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിക്കൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ അധികം ചെലവാകുന്നില്ലെന്ന്. ഇപ്പൊ എല്ലാവരും കമന്റ് അല്ല, ബോഡി ഷേമിങ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഇനിയിപ്പോ നമുക്ക് സിനിമയിലൂടെയൊക്കെ കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രഷ്നെസ് വേണ്ടേ. എല്ലാ ദിവസവും ടി വിയിൽ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ എന്തിനാ തിയേറ്ററിൽ പോയി കാണണമെന്നായിരിക്കും. ഭയങ്കര ഫ്രഷ്നെസ് ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യത്യാസം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 916 കുഞ്ഞൂട്ടൻ ഈ ഒരു മൂവിക്ക് വേണ്ടിയാണ് കുറച്ച് നാള് അല്ലെ നിങ്ങളൊന്ന് വിട്ടു നിന്നത്. മാഗ്നറ്റ് പോലെ ഒട്ടിയിരുന്ന നിങ്ങൾ രണ്ടുപേരും കുറച്ചൊന്ന് വിട്ടു നിൽക്കാൻ കാരണം ഈ ഒരു മൂവിയാണ്. എന്താണ് ഈ 916 കുഞ്ഞൂട്ടൻ? അതിനു മുമ്പായിട്ട് ഞങ്ങളെ രണ്ടുപേരെ വെച്ചിട്ട് പല പടങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 പടങ്ങൾ നടക്കാതെയും വന്നു. അത് കഴിഞ്ഞതിന് ശേഷം വന്നൊരു സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ ഈ ചിത്രം. ഈ ചിത്രത്തിന്റെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ത്രൂ ഔട്ട് ഞങ്ങൾ ഒരുമിച്ചില്ല. അങ്ങനെ ഈ ത്രൂ ഔട്ട് ഒരു കോംബോ ഇപ്പൊ ദാസനും വിജയനും പോലെ അങ്ങനത്തെ ഒരു സംഭവം അല്ല. സിനിമയുടെ കഥയുടെ യാത്രയിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ എൻ്റെ കഥാപാത്രത്തിന്റെ ഒപ്പം ചേരുന്ന ഒരു ക്യാരക്ടറാണ് ടിനിയുടേത്. എന്നാൽ ടിനി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് അത്യാവശ്യം നല്ല ഗെറ്റപ്പും കാര്യങ്ങളും ഒക്കെയുള്ള
ഒരു നല്ലൊരു ക്യാരക്ടറാണ് ടിനിയുടേത്. ഇതിൽ കർണൻ എന്നാണ് ടിനിയുടെ ക്യാരക്ടറിന്റെ പേര്. അതെ അതെ അതെ, അതാണ് ഞങ്ങളുടെ കോംബോയെ പറ്റി ഈ സിനിമയിൽ പറയാനുള്ളത്. ഈ ടിനി ചേട്ടൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന കൂട്ടത്തിലാണ്. നിർത്തിയോ? റെസൊല്യൂഷൻ എടുത്ത് ഞാൻ ഇപ്പൊ ഏറ്റെടുത്തിട്ട് അങ്ങനെ വരുന്നിടത്ത് പുള്ളി സൈലന്റ് ആയിരിക്കും, എന്നോട് മറുപടി പറയാൻ ഏൽപ്പിച്ചേക്കുക. അങ്ങനെ എന്തെങ്കിലും ചോദിക്കണ്ടേ പറഞ്ഞോളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സംസാരിച്ചു കഴിഞ്ഞ് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാലേ പിന്നെ പുള്ളി മുകളിലോട്ട് പോകും, അതിന്റെ കൂടെ ഞാനും പോകേണ്ടി വരുമല്ലോ. അപ്പൊ അതിന്റെ ഫോഴ്സില്. പക്ഷെ ഒരു കണക്കിന് മനസ്സിൽ അങ്ങനെ കള്ളത്തരോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കാൻ പറ്റാത്തവരാണ് ഒന്നും ചിന്തിക്കാതെ അപ്പൊ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ പാറ്റേൺ അനുസരിച്ച് ഇങ്ങനെ എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാണ്. ഒരുപാട് നേരം ഏറി പോകുമ്പോഴത്തേന് പക്രു ചേട്ടൻ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയാറുണ്ട്, ഏട്ടാ നീ താഴെ വരുന്നില്ലേ, എപ്പോഴാ ഇറങ്ങുന്നത്? അങ്ങനെയല്ല, ടിനിയുടെ അഭിപ്രായം ആത്മാർത്ഥമായിട്ട് പറയുന്നത്, സിൻസിയറായിട്ട്. കുറെ ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. ഇനി അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എന്താണ് എന്തുദ്ദേശത്തോടെ, നല്ല ഉദ്ദേശത്തോടു കൂടി പറയണമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ അറിയാവുന്ന കാര്യമില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും, പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില വിഷയങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്നെടുത്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ റിസൾട്ട് വന്ന് നമ്മൾ പിന്നീടായിരിക്കും അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും ടിനി ഇപ്പോഴും എന്താ പറയുന്നത്, ഒരുപാട് നല്ല നിലപാടുള്ള മനുഷ്യനാണ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. നിലപാടുള്ള ആൾ, നിലപാടൊക്കെ ഉണ്ട് നമ്മള്. അതെ, കാരണം തിരുത്താനൊന്ന് ടിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെ, അല്ലാതെ രണ്ടാമതൊരു വീഡിയോ ഇട്ട അല്ലെങ്കിൽ ഇങ്ങനെ ആട്ടോ എന്ന് ടിനിച്ചേട്ടന്റെ ഭാഗത്ത്. ഞാനപ്പോ അതേക്കുറിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാനും പിന്നെ അതിന്റെ കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോഴെന്നുള്ളതല്ല, നേരത്തെ തൊട്ടേ പുള്ളി അനീതി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. ഞാനും പോയിട്ടുണ്ട് കൂടെ പ്രതികരിക്കാനേ. അങ്ങനെ വന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് പുള്ളി പ്രതികരിച്ചു എന്നുള്ളത്. നേരത്തെ ഓഫ് സ്ക്രീൻ, ഇപ്പോഴാണല്ലോ ഇപ്പൊ ഡിജിറ്റൽ യുഗമാണല്ലോ ഇപ്പൊ കീഴടക്കിയിരിക്കുന്നത്. അതിന് മുന്നേ അനീതി വന്നിട്ട് പ്രതികരിച്ചിട്ട് പണി കിട്ടിയ എവിടെയും പറയാത്ത ഒരു കാര്യം എന്റെ ഈ പണിയൊന്നും കിട്ടിയിട്ടില്ല. കൊല്ലം ജില്ലയുടെ നടുക്ക് ഞങ്ങള് അനീതി, ഒരു ബസ് ഡ്രൈവർ മറ്റേ എന്താ പറയുന്ന ട്രാഫിക് നടത്തി, അല്ല കൊല്ലത്ത് അവിടെ ഇങ്ങനെ മറ്റേ എന്താ പറയുന്നത് ട്രാഫിക് ഉണ്ടായി, ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ട്. ഞങ്ങളന്ന് ചെറിയ മാരുതി 800 വണ്ടിയിലാണ്. അപ്പോൾ മറ്റേത് ട്രാൻസ്പോർട്ട് ബസ് അല്ലേ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോകുന്നു, ആ വണ്ടി തിരിച്ചിട്ട് ഞങ്ങളുടെ കുഞ്ഞു വണ്ടിയുടെ ബോണറ്റ് ട്രാൻസ്പോർട്ട് വണ്ടിയുടെ ആ നടുക്കത്തെ ഭാഗത്തിനകത്തായിപ്പോയി. കുറച്ചുകൂടെ മുന്നോട്ട് എടുത്തിരുന്നെങ്കിൽ അതിനെ ഇടിച്ചേനെ. അപ്പോൾ അങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡല്ല, എനിക്ക് ടെൻഷനായി പോയി. കാരണം ബാക്ക് വീൽ എൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ആ അനീതി കണ്ടിട്ട് ഇദ്ദേഹം എന്തൊക്കെയോ ചൂടായിട്ട് കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ എനിക്കത് പോരാന്ന് തോന്നിയിട്ട് ഞാൻ ഡോറൊക്കെ തുറന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവറോട് ഘോരം എന്ത് ഇങ്ങനെയാണോ ഓടിക്കുന്നത്, ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ മനോരമയുടെ ഫ്രണ്ടിൽ അനീതിക്കെതിരെ പോരാടുന്ന 2 യുവ കലാകാരന്മാർ അന്നത്തെ. അല്ല ശരിക്കും പറഞ്ഞ ഡ്രൈവർ ചൂടായിരുന്നതാണ്, ഇവന്റെ ചൂടാവലുണ്ട് പുള്ളി. അപ്പൊ നമ്മൾ ദേഷ്യപ്പെടുകയും പുള്ളി അത് കണ്ട് ചിരിക്കുകയും ചെയ്യുന്നു. പുള്ളി പാവം മനുഷ്യനും ഞാൻ വില്ലനുമായി. ഓ അങ്ങനത്തെ. അപ്പൊ നിങ്ങൾ വരുന്ന വഴിയെ തൊട്ട് ഇങ്ങനെ പ്രതികരിച്ച ശീലമുള്ള 2 കോമ്പോസ് ആണ്. എന്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഓർക്കണം, നേഴ്സറി കുട്ടി പാന്റ് ഷർട്ട് ഇട്ട് നിന്ന് എങ്ങനെയുണ്ടാവും? മീശയും താടിയും ഒന്നുമില്ല, ഒരു രൗദ്രഭാവവും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ആൾക്കാർ ചിരിച്ചു പോയില്ലേ? അല്ല നമ്മള് ഇപ്പൊ ഈ റോട്ടിൽ കൂടി വരുമ്പോ തന്നെ അന്ന് അത്ര അങ്ങോട്ട് പ്രശസ്തരല്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞാല് റോട്ടിൽ രാത്രി പോലീസ് കൈ കാണിക്കും. നമുക്ക് രാത്രി ഉറപ്പില്ലല്ലോ, പ്രോഗ്രാം ആയിരിക്കും അല്ലെങ്കിൽ TV ഷോ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും. അപ്പൊ കൈ കാണിക്കുന്ന പറഞ്ഞാൽ സംശയ ദൃഷ്ടി ആയിരിക്കും. ഒരു ബ്ലാക്ക് സ്കോർപ്പിയോയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കും, ആരൊക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞാൽ എന്നെ ചിലപ്പോ മനസ്സിലാവില്ല. അപ്പൊ ഇവനെ ഇങ്ങനെ എടുത്ത് നിങ്ങളാണ് പോയിക്കോ അപ്പൊ തന്നെ ഐഡന്റിറ്റി കാർഡ് വണ്ടിയുടെ ഞാൻ ഉറങ്ങുമായിരിക്കും വന്നൊരു സ്ഥിരം ശീലമായതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോ തന്നെ കണ്ടുപോലും തുറക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഷൂട്ടിങ് കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂര് കംപ്ലീറ്റ്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എൻ്റെ വീട്
എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 100 വർഷം പഴക്കമുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു തറവാടായിരുന്നു. ആ വീട് ഇതുവരെ ഷൂട്ടിന് കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പടത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞൊരു വലിയ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞത്. ഷൂട്ടിന് കൊടുക്കാതെ ഈ ഒരു പടത്തിന് വേണ്ടി മാറ്റി അല്ല, അതൊരു കാരണം. അതിന്റെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. ഒരു ഡോക്ടറാണ് അദ്ദേഹം. ഒരു ഹെറിറ്റേജ് ഹോം പോലെ വളരെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കാര്യം ഒരു ചെറിയ വീടാണ്, പക്ഷെ അത് ഭയങ്കര രസമാണ് ആ വീട്. കെന്ന എമ്പുരാന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാ വന്നത്. ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ലെബനൻ, ഇറാഖൊക്കെ കേട്ടിട്ട് പക്കൂറിനടുത്ത് ചോദിച്ചു എവിടെയായിരുന്നു ലൊക്കേഷൻ. കൊടുങ്ങല്ലൂരായിരുന്നു. അല്ല, അത് ഇത് കേക്ക, എനിക്ക് ലെബനും ഇറാഖുമാണ് കൊടുങ്ങല്ലൂര്. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് പറയാലോ. ജോർജിയ, ലെബനൻ, ഇറാഖ് അവിടെയൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടിട്ട് വന്നിട്ട് ആ പ്രതീക്ഷയിലാ ചോദിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ചുമ്മാ നമ്മൾ പക്ക ലോക്കൽ സെറ്റപ്പാ. പിന്നെ നിങ്ങൾ ഇനി പോവാത്ത രാജ്യങ്ങളുണ്ടോ? പിന്നെ അതെ, ഷൂട്ടിനല്ലാണ്ട് തന്നെ നിങ്ങൾ എന്തോരം രാജ്യങ്ങൾ കണ്ടിരിക്കുന്നത്. നമ്മള് ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഓരോ ജില്ലകളും പോകുമ്പോൾ നമ്മളുടെ ഓരോ ഓർമ്മകളാണ് നമുക്ക്. അതെ, സത്യം. അതുപോലെ കൊടുങ്ങല്ലൂരൊക്കെ നമ്മൾ ഷോ ചെയ്തിട്ടുള്ളതാണ് സ്റ്റേജിൽ. ഓരോ KSRTC ബസ് സ്റ്റാൻഡും കാണാൻ പറ്റി. അതെ അതെ, അത് ഞാന് ഈ ടിനി ചേട്ടനെ നിങ്ങളുടെ രണ്ടുപേരുടെ കോമ്പോസിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരാളുടെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഡെപ്തിലേക്ക് നമ്മളെല്ലാരെയും സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം. സവാരി ഗിരിഗിരി അല്ലെങ്കിൽ ആദ്യത്തെ റിയാലിറ്റി ഷോ അതാണ്. അതെ, ആദ്യത്തെ റിയാലിറ്റി ഷോ. ഇപ്പൊ ടിനി ചേട്ടനെയും പക്രു ചേട്ടനെ അറിയാമെങ്കിലും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ എനിക്ക് ടോക്ക് വരുമ്പോഴാണല്ലോ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഓരോരുത്തരെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്നതാ. അപ്പൊ ഓക്കെ, ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ വന്നത് ആലോചിച്ച് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനം വെച്ച് നമുക്കത് ചിന്തിക്കാനേ പറ്റില്ല. ഇപ്പൊ ടിനി ചേട്ടൻ തമാശക്ക് പറയുന്നുണ്ട്, അച്ഛൻ അവിടെ നിന്ന് പാഴ്സൽ അയക്കുന്ന പോലെയാണ്. എന്നാന്നറിയോ, ഒരു കാലത്തില് നമ്മുടെ ജീവിതം മുഴുവൻ പറഞ്ഞിട്ടില്ല ഇനി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരുപാട് എന്താ പറയുന്ന പ്രതിസന്ധികളിലൂടെ വല്ലാത്തൊരവസ്ഥകളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോമഡിക്കോ അല്ലെങ്കിൽ ചിരിപ്പിക്കാനായിട്ടോ വന്നിരിക്കുമ്പോൾ പ്രേക്ഷകർ അത് ഓർക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ചിരിയുടെ അളവ് കുറയുന്നുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. അതിന് പിന്നീട് എപ്പോഴും പറയാം. ഇത് തുറന്നു പറച്ചിലിന്റെ ഒരു വേദി ആക്കാം നമുക്ക്. പിന്നീട് എപ്പോഴും പറയാനോ, ഇപ്പൊ അങ്ങ് പറഞ്ഞോ. അല്ല, കോട്ടയത്ത് നിന്ന് എന്റെ അച്ഛൻ ബാക്ക് സീറ്റില് ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റി വിടും. അങ്കമാലിന്ന് ഞാൻ കളക്ട് ചെയ്യും. ബാക്കിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ എന്ത് ധൈര്യത്തിലാ വിടുന്നതെന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ ഒരു സംഭവം പറയാം. ഇവന്റെ വീട്ടിൽ വണ്ടി കയറില്ലായിരുന്നു. ചെറിയ എന്റെ വീട്ടിൽ വണ്ടിയെ 3 അടി വീതിയുള്ള വഴിയായിരുന്നു. അപ്പോൾ വലിയൊരു വണ്ടി എടുത്താൽ പോലും വീട്ടിലോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല. ആ വണ്ടി കയറ്റാൻ പറ്റാത്തത് കൊണ്ട് അതിനനുസരിച്ച് കയറാൻ പറ്റുന്ന തരത്തിലുള്ള ആദ്യത്തെ വണ്ടി നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നു. ആ അളവിന് വെച്ചിട്ടുള്ളത്. അതൊക്കെ മാരുതി 800. ആ വണ്ടി പറഞ്ഞ മറ്റേ KSRTC ഞങ്ങള് സഹിക്കുവോ? അപ്പൊ അങ്ങനെ അതായത് വണ്ടി കയറ്റാൻ പറ്റുന്ന പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ച് വണ്ടി കയറ്റി പോർച്ചിലിടുന്ന വീട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇദ്ദേഹം വീട് നല്ലതാണ്. എല്ലാം നമ്മൾ അറിഞ്ഞറിഞ്ഞ് ഒരു വിലയുണ്ടാവും. അതെ, വിലയുണ്ടാവും. അതെ, സത്യം. പിന്നെ ടിനിയുടെ ഫാദർ അത്യാവശ്യം നല്ല സൗണ്ടഡ് ആയിട്ടുള്ള എഞ്ചിനീയറാണ് HMD-യിൽ. എൻ്റെ അച്ഛൻ ഓട്ടോ ഓടിക്കുകയായിരുന്നു. അതും പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ അതിൽ നിന്നൊക്കെ ഓരോരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. 2 സിസ്റ്റേഴ്സ്, ഞാൻ തന്നെ വീടൊക്കെ വെച്ചതും. അപ്പം അങ്ങനെ വന്ന് 916 കുഞ്ഞുകുട്ടിലി വന്നു. അതെ, ഏറ്റവും എൻജോയ് ചെയ്തത് ആക്ടിങ് ആണോ ഡയറക്ഷൻ ആണോ? ആക്ടിങ് തന്നെയായിരിക്കും. സുഖമുള്ള പരിപാടി. നമുക്ക് ഒരു ക്യാരക്ടർ തരുന്നു, അത് തീർച്ചയായും. പിന്നെ അത്ഭുത ദ്വീപിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഗജേന്ദ്രനെ വേണമെന്നല്ലേ. അതൊക്കെ എന്തൊരു സുഖമുള്ള. എനിക്ക് ആ മൂവീസ് കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പക്രു ചേട്ടന് വേണ്ടി പക്രു ചേട്ടനെ കെട്ടണം എന്നായിരുന്നു. 5 പേര്. ചില ഏരിയ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടെങ്ങാനും പോയി താമസിച്ചാൽ മതിയായിരുന്നു. അതല്ല, അതില് റൂളെന്ന് വെച്ചാൽ എല്ലാരും എടുത്തോണ്ട് നടക്കണം. ഭർത്താക്കന്മാരെ എടുത്തോണ്ട് നടക്കണം. അങ്ങനെ സ്ഥലമുണ്ട്, അത് സുഖമായിരുന്നു.
ഒരു പണിക്കും പോകണ്ട അങ്ങനെ. ഞാൻ ഈ എടുത്തോണ്ട് നടക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ടിനി ചേട്ടനാണെങ്കിൽ കൊച്ചിനേക്കാളും എടുത്തോണ്ട് നടത്തിയിരിക്കുന്നത് പക്രു ചേട്ടനെ ആയിരിക്കും, സ്വന്തം കൊച്ചിനെ. പക്ഷെ അന്നേരം ഇവനെ ഞാൻ നിയന്ത്രിക്കണം. അന്നേരം ഇവൻ കടിഞ്ഞാണില്ലാത്ത കുതിരയാ. അവിടെ ഇരുന്ന് ഞാൻ നിയന്ത്രിച്ചോണ്ടേ ഇരിക്കണം, അല്ലേ രക്ഷയില്ല. വീട്ടുകാർക്ക് ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലുണ്ടോ? പിന്നെ ഉണ്ടാവും. ഭാര്യമാരോടൊന്നും ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാം. ഒരു സുഹൃത്തിനോട് തുറന്നു പറയാൻ പറ്റുന്നതെല്ലാം ഭാര്യയോടും തുറന്നു പറയാൻ പറ്റില്ല. പിന്നെ ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വിഷുവിന്റെ അന്ന് വെഡിങ് ആനിവേഴ്സറിയാ. അപ്പൊ ഈ കല്യാണം തീരുമാനിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ഓപ്പൺ എന്ന് പറഞ്ഞല്ലോ, വെട്ടി തുറന്നു പറയും എന്ന് പറഞ്ഞാൽ എന്റെ അപ്പം പറഞ്ഞ് നീ പോയി അവിടെ എല്ലാം വെട്ടി തുറന്നു പറയും, അതുകൊണ്ട് ഇവൻ പോയാൽ മതി, ഇവൻ പോയി തീരുമാനിച്ചാൽ മതി. ഇവനാണ് കാരണവരായിട്ട് എനിക്ക് മനസ്സിലായില്ല അത് പറഞ്ഞേ. ഇവൻ സംസാരിച്ചാൽ കല്യാണം മുടങ്ങും, അപ്പൊ അതുകൊണ്ട് കുറച്ച് പക്വതയുള്ള ആളും ഞാൻ സംസാരിച്ചാൽ മതിയെന്ന് ദീർഘവീക്ഷണമുള്ള അച്ഛൻ അന്നേ കണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പത്തെ സക്സസ്ഫുൾ ലൈഫിന്റെ കാരണം പക്രു ചേട്ടന്റെ ആ ഒരു ഭാഗ്യമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ട്ണർ അത് മാത്രം പറയാൻ പറ്റില്ല. കാരണം ടിനിയുടെ ഒരു പരിശ്രമം ഉണ്ട് ഇതിനകത്ത്. ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയനാണ് പല കാര്യങ്ങളിലും. ഇദ്ദേഹം എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ആ സമയത്ത് എന്നെ പലപ്പോഴും സ്ക്രൂ ചെയ്ത് നമുക്കത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നവരാണ്. അപ്പോൾ ടിനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്വയം മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. മറ്റ് സിനിമകളെക്കാൾ കൂടുതൽ ഈ ഒരു സിനിമ, ഇപ്പം 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ഒന്നിച്ച് ഇതിനകത്ത് അഭിനയിക്കുമ്പോൾ ടിനിയുടെ ഒരു പാർട്ട് വളരെ ചെറുതാണെങ്കിൽ പോലും എന്നാൽ നല്ലൊരു ക്യാരക്ടറും ഞങ്ങൾ ഒന്നിച്ചും വരുന്നത് കൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ നിന്നിട്ട് ഇതിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്ന ജോലിയാണ്. ഇതിന്റെ പബ്ലിസിറ്റി അത് എത്തിക്കുക. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന പറഞ്ഞാൽ അമ്മ സംഘടനകളുള്ളവര് അവരെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ പോസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു സിനിമക്കും അത്രയും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. സംഘടനയെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. എന്ത് പ്രോഗ്രാമിനും എല്ലാത്തിലും ചേട്ടന്റെ ഒരു ഫേസ് അല്ലെ ഒരു ക്ലിപ്പില് എവിടെയെങ്കിലും തലയുണ്ടാവും. ഓഫീസിലൊക്കെ അടിച്ചു തുടങ്ങണം ഞാനാന്ന് പറയുന്നത്. പരിശ്രമശാലി എല്ലാത്തിനും. അതായത് ഈ പടത്തിന്റെ 916 കുഞ്ഞൂട്ടന്റെ ഫസ്റ്റ് ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത് ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടൻ്റെ അടുത്ത് ടിനി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ ഒരു പടമുണ്ട്, ഞാനും ഉണ്ട്, ചേട്ടൻ അത് ചെയ്തു തരണം. വളരെ മനസ്സോടുകൂടി തന്നെ അദ്ദേഹം അത് ചെയ്തു തന്നു ടൈറ്റിൽ പോസ്റ്റർ. അതുപോലെ തന്നെ ഉണ്ണിമൂന്തനും ചാക്കോച്ചനുമാണ് ഇതിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തത്. ലാലേട്ടൻ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മ അസോസിയേഷനിലെ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടും ഷെയറിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനോടുള്ള എന്താ പറയുക, ഈ സിനിമയൊന്ന് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് എഫർട്ട് എടുക്കുന്നുണ്ട്. ഇത് കണ്ട ഒരു 3 കൈ കണ്ട ഇതാരാന്നറിയോ? മമ്മൂക്കയാണോ? ഇന്ന് പോസ്റ്റർ ഞാൻ ഷെയർ ചെയ്തപ്പോ 3 ഒരു കൈയൊക്കെ കൊടുക്കാറുള്ളൂ. ഇത് ഒരെണ്ണം എനിക്ക്, 3 ഇവന്. പേരിട്ടത് മമ്മൂക്കയാണ്. എന്നെ സിനിമയിലേക്ക് വരാനുള്ള നിമിത്തമായത് മമ്മൂക്കയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഓൾ ദി ബെസ്റ്റ് അതൊക്കെ കിട്ടുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്വകാര്യമായ ഒരു ധൈര്യമാണ്. നമ്മൾ ഇങ്ങനെ ചെറിയ പടം കൊണ്ടൊക്കെ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇവരുടെ എല്ലാവരും വലിയൊരു സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഒരു വലിയ സന്തോഷം. അതെ, കാരണം പേരിട്ടത് എനിക്ക് തോന്നുന്നു പട്ടണത്തിൽ ആ സമയത്ത് പേരെല്ലാം നല്ല പഠിച്ചിട്ടുണ്ടല്ലേ. അത് നീ ഉദ്ദേശിക്കുന്ന പോലെ മടി കിടത്തി പേരിടൽ കിടന്നൊന്നുമല്ല, അങ്ങനെയല്ല. ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനാണ് ആ പേരെടുത്തങ്ങ് വെച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഷാജോൺ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കേട്ടതാണ്, ഞാൻ പക്രുവിന് എന്റെ ബുള്ളറ്റും പക്രുവും എനിക്ക് ഒരേപോലെയാണ്. ടിനി ഇപ്പൊ പക്രുവിനെ എളിയിൽ വെച്ചാൽ നടന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുള്ളറ്റിന്റെ ബോണറ്റിൽ ഇരുത്തിക്കൊണ്ടാണ് പക്രുവിനെ. അതിന്റെ ചൂട് ഇപ്പോഴും എന്ത് കാര്യം പറയാമോ എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഈ 3 പേര് കൂടിയുള്ള പ്രോഗ്രാംസ് കിട്ടാറുണ്ട്. അപ്പൊ ടിനി എറണാകുളത്താണല്ലോ. അപ്പൊ ടിനി ഇവിടെ ഭയങ്കര ബിസിയാ. ഇവിടുത്തെ മാട്ടയല്ല ഈ പുള്ളി ഏറ്റിരിക്കുക. അപ്പൊ കോട്ടയം സൈഡിൽ കുറച്ച് മാട്ട പ്രോഗ്രാമുകളുണ്ട്. മാട്ടയെന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടികൾ. അപ്പൊ അതിന് ഞാനും ഷാജോണും ഷാജോന്റെ ചേട്ടൻ ഷിബുവും കൂടെ ഒരു ബൈക്കിലാണ് ഒരു ട്രൂപ്പ് പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ കയറി എന്നെ ബുള്ളറ്റിന്റെ ആ ടാങ്കിലിരുത്തും. ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ ഒരുപാട് ഒറ്റ പ്രശ്നമേ വരുള്ളൂ.
പെട്രോൾ അടിക്കാൻ വരുമ്പോ എന്നെ മാറ്റിയിട്ട് വേണം അടിക്കാൻ. അല്ലെങ്കിൽ ഇറങ്ങേണ്ട പോലെ ആവശ്യം വരാറില്ലായിരുന്നു. ആദ്യത്തെ അടപ്പ് തുറക്കണ്ടേ ഞാനാ, എന്നെ എടുത്ത് മാറ്റണം, പിന്നെ വേണം അടുത്ത അടപ്പ് എടുക്കാൻ. നിങ്ങളുടെ ഒരു മയിൽവാഹനമായിരുന്നു സ്കോർപിയോ അല്ലെ? ഒരു കാരവൻ എന്ന് തന്നെ പറയാം. സ്കോർപിയോ മേടിച്ചിട്ട് ഫസ്റ്റ് പോയ ഷോ ഏതാണ്? അയ്യോ അത് മറക്കത്തില്ല. ഫസ്റ്റ് പോയ ഷോ അല്ല, ഈ ട്രാഫിക് സിനിമയില് സ്കോർപിയോ ഹൃദയം കൊണ്ട് പോയിട്ടില്ല, അതുപോലെ തന്നെ അതേ ഇത് അതിന് ഒരു 4, 5, 6 വർഷങ്ങൾക്ക് മുമ്പ് സ്കോർപിയോ എടുത്തിട്ട് ഹൃദയത്തിന് പകരം എന്നെയും കൊണ്ട് ഒരു പരിപാടിക്ക് തിരുവനന്തപുരം ഉള്ളിയേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി. ഞങ്ങൾ അതിശയൻ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 2 പേരും അഭിനയിക്കുന്നുണ്ട്. പ്രോഗ്രാം ഓൾറെഡി ഞങ്ങളുടെ 2 പേരുടെയും ബാനറിലാണ് നടക്കുന്നത്. പരിപാടി സ്ഥലത്ത് എല്ലാവരും എത്തി, ഞങ്ങൾ അപ്പോഴും ഷൂട്ടിങ് നിൽക്കുക. അതിശയം എന്ന് പറഞ്ഞ പടമാണ്. പക്ഷേ എന്റെ സീക്വൻസ് സാറ് തീർത്തു, പിന്നെ ടിനിയുടേതുണ്ട്, ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പരമാവധി ഞങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിവാക്കി വിടാൻ സാറ് നോക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തേണ്ട അവസ്ഥയായി ഞങ്ങൾക്ക്, എറണാകുളത്തുനിന്ന്. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ആ സെറ്റിൽ തന്നെ ഒരു ഡ്രൈവർ, മണിച്ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ പുള്ളി ചോദിച്ചു എത്ര മണിക്ക് എത്തണ്ട എങ്ങനെയാണ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളെ കയറ്റിയിട്ട് ആ സ്കോർപിയോ പോയത് ഇന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റിയല്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം 1.5-1.25 മണിക്കൂർ കൊണ്ട് എങ്ങനെ പോണെന്ന് അറിയോ? ഫുൾ ലൈറ്റ് ഇട്ട്, മണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്തോ ആയിരുന്നു, ലൈറ്റ് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു പോക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞല്ലേ. ഇവൻ മറ്റേ ബോള് കിടന്നിട്ട് റൂമിൽ അടിച്ച് കളിച്ച് കളിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നു, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പോക്ക് 2 മണിക്കൂർ എടുത്തിട്ടുണ്ടാവുള്ളൂ തിരുവനന്തപുരത്ത്. 2 മണിക്കൂർ എടുത്തില്ല, അതിനകത്ത് തന്നെ നിന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രോഗ്രാം തുടങ്ങി. ഒരു 3-4 ഐറ്റം കഴിഞ്ഞു ഞങ്ങളുടെ എൻട്രി ആവുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. അതാണ് സ്കോർപിയോയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്. എനിക്കൊന്ന് ഈ സ്റ്റോറി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതാണ് സ്കോർപിയോ എത്ര നാളുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില്? ഇപ്പോഴും ഉണ്ടോ? എങ്ങനെ? അല്ല, ആദ്യം ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, അത് മാറ്റി വൈറ്റ് ആയി. അതിനുശേഷം ഇവനൊരു വൈറ്റ് എടുത്തു, അത് ഞാൻ കൊടുത്തു. ഒരു ഐശ്വര്യമായിരുന്നു അല്ലേ സ്കോർപിയോ വണ്ടിയിലായിരുന്നു നിങ്ങളുടെ കേരളം മൊത്തമുള്ള യാത്ര? ഔട്ട് ഓഫ് അല്ല, എല്ലാത്തിനും കേറ്റല്ല, 10-15 പേര് അടിച്ചു. ടിനിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രം യാത്ര എന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഒരു ട്രിപ്പ് പോകുന്ന ഒരു മൂഡായിരുന്നു എന്നാ പറഞ്ഞത്. ഇടയ്ക്ക് രക്ഷകനായിട്ട് പക്രുചേട്ടനെ എടുത്തു. അതെ, കിടക്കാനും ഓടാനും സ്ഥലമല്ലേ. ഈ കുഞ്ഞുട്ടിലെ ക്യാരവനൊക്കെ കാണുമ്പോ എന്തോ തോന്നുന്നു, സ്കോർപിയോ ആണോ ബെറ്റർ നമ്മുടെ ഇപ്പത്തെ ക്യാരവൻസ് ഒക്കെ ആണോ സിറ്റിലത്തെ? അല്ല, നമ്മളൊരു വാഹനം പോലും സ്വപ്നം കണ്ടിട്ടില്ല. ബസ്സിൽ പോകുമ്പോ ഞാൻ താഴോട്ട് AC വണ്ടികൾ കണ്ടിട്ട് കൊതിച്ചിട്ടുണ്ട്. ഒരു AC കാറിലിരിക്കുക, ഇത് വെറുതെ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞതല്ല, നടക്കുന്നൊന്നും അറിയില്ല. നമ്മുടെ ഇപ്പൊ ഫാദറിന് ജോലി ഉണ്ടെങ്കിലും ലോൺ അടച്ച് അങ്ങനെ ഉള്ളൊരു ഫാമിലിയാണ്. ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടായ ഒരാളാണ് എൻ്റെ ഫാദർ എന്നൊരു സെൽഫ് മെയ്ഡ് മാനാണ്, വീട്ടിൽ നിന്ന് ഇതൊന്നും കിട്ടാതെ. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നു. അപ്പം നമുക്കൊരു കാറിൽ നിന്ന് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഒരു സ്കോർപിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും റോൾസ് റോയ്സ് കിട്ടിയത് പോലെ ഇരുന്നു. AC കണ്ട് കൊതിച്ച കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. UK പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ 0 ഡിഗ്രി നിന്നപ്പോൾ പുള്ളി വന്നിട്ട് AC ഇട്ടേക്കുന്നു. തണുപ്പ് പോരാ, എനിക്ക് നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ നാട് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്നെ അവിടെ ഹീറ്ററെ കെട്ടിപ്പിടിച്ച് നിന്നു. റൂമിൽ തന്നെ ഉണ്ട്, ഓണാക്കി വെച്ചിട്ട്. അതിന്റെ അടുത്തുനിന്ന് മാറാൻ പറ്റത്തില്ല. ഇവന്റെ തണുപ്പിനൊക്കെ വേണ്ടി അത്ര കൊതിച്ചിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്ര ചൂടത്ത് അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും യാത്രകളും ഒക്കെ എടുത്തിട്ട് തണുപ്പ് എന്ന് പറഞ്ഞൊരു ലക്ഷറി ആയിരുന്നു അത്, AC എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒരുപാട് ദൈവം തന്നതായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പക്രുചേട്ടൻ പറഞ്ഞപ്പോഴാണ്, പക്രുചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ടിനി എവിടെ ചെന്നാലും അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും മുതലെടുക്കണം, അവിടുത്തെ എല്ലാ സാധനങ്ങളും കയറണം, പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഫ്ലൈറ്റിൽ ബോർഡർ കടന്ന പുള്ളി പിന്നെ അവിടുത്തെ ആളായി. പിന്നെ എന്നോട് വാത്തപ്പോത്തിയു എന്നൊക്കെ ചോദിക്കുന്നത്. എന്ത് കാര്യത്തിലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് മാറി, നേരെ ഇവിടുത്തെ ചമ്മന്തിയും കഞ്ഞിയൊക്കെ വിട്ട് കോണ്ടിനെന്റൽ കഴിക്കടാ, ഇതൊക്കെ എൻജോയ് ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ചായ ഒന്നും ചോദിക്കാൻ പാടില്ല. നമ്മള് ചോദിച്ചാൽ ദേഷ്യപ്പെടും. ഇവിടുത്തെ ഇതിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ആളാ. ഇവിടെ അടുത്ത ആളോ? അങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളില് കയറി ചാടി
മനസ്സിലാക്കാൻ പറ്റാത്ത അതിശയനായിട്ട് വന്നത്. അതിശയനായിട്ട് വന്നത് ആ ഇൻസിഡന്റ് ഒരുപാട് ഇതില് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു, ക്ലോറിൻ ഇട്ട വെള്ളത്തിൽ പോയി ചാടിയോ? എന്തോ അലർജി വന്നതാണത്. കേട്ടത് പിന്നെ പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് വിശദീകരിക്കുന്നത്. അതെ അതെ, അതാണ് ഞാനും കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞത് തന്നെ ആൾക്കാർക്ക് കേൾക്കുന്ന താല്പര്യം ഉണ്ടാവില്ല. അതെ, അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, പക്രുശേട്ടന് ബാത്റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വാഷ്റൂമിലേക്കൊക്കെ കുളിക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര സൈലൻസ് നിർബന്ധമാണ്. ഭയങ്കര ഒരു സ്വൈര്യം കെടുത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, ബാത്റൂം ഇൻസിഡന്റ് ഉണ്ടല്ലോ. അതല്ല ഇത് തന്നെ, നമ്മള് ഉമ്മാർക്ക് പുറത്തുണ്ടെങ്കിൽ എനിക്ക് അകത്ത് സമാധാനം ഉണ്ടാവില്ല. ബഹളവും പാട്ടും ഇതൊക്കെ. എന്നെ പറയണത് മറ്റേ അമേരിക്കയിലെ അച്ഛൻ്റെ വീട്ടിൽ. അതെ അതെ അതെ, അല്ല അതൊക്കെ എന്ന് പറഞ്ഞ ടൈമിങ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പൊ നമ്മൾ നിയന്ത്രണം കൊണ്ടൊന്ന് പഠിച്ച് സെറ്റാക്കിയിരിക്കുന്നത്. നമ്മൾ ഒന്നും നമ്മുടെ ലോകമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണം. അന്ന് വെച്ചാൽ എന്താ, ഹോട്ട് റൂമിലായിരുന്നു ഇപ്പൊ എല്ലാരും അന്ന് ഓരോരുത്തർ ഇങ്ങനെ അല്ലല്ല, ഓരോരുത്തർ സെലക്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഓരോ വീടുകളിലായിരുന്നു. അപ്പൊ ആദർശ ആളുടെ ഒപ്പം പോകുന്നു, കലാഭവന വാസു പോകുന്നു, സമ്മത് എല്ലാരും പോണ്. ലാസ്റ്റ് തിരിവായിട്ട് വന്ന ഞങ്ങൾ രണ്ടുപേരാണ്. അതായത് കുറെ ബാത്റൂമുള്ള വലിയ വീട്ടുകാരൊക്കെ നല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. ലാസ്റ്റ് ആകാശദൂത് പോലെ ഞങ്ങളെ രണ്ടുപേരെ ആർക്കും വേണ്ടാത്ത ഒരു മുറിയുള്ള അവിടെയാണ് ഒരു ബാത്റൂം ഉണ്ടാവും. അത് മറക്കാൻ പറ്റാത്തൊരു. അപ്പൊ ഈ എല്ലാരും സെലക്ട് ചെയ്തോളുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നി, ഓ നമ്മളെ ആരൊക്കെ വേണ്ടടാ അതൊക്കെ പറഞ്ഞോണ്ടിരുന്നു? ഇതൊക്കെ ഒരു തമാശക്ക് പറയുന്നില്ലേ, അങ്ങനെയൊന്നും ഇല്ല. നമ്മളോടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൊതിയും സ്നേഹവും ഒക്കെ. അതെ, പക്രുചേട്ടന് ഒരു ഉമ്മയൊക്കെ കിട്ടിയ കഥ. അതൊരു വലിയ, അതായത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മളന്ന് പല വീടുകളിലും താമസിച്ച അവരൊക്കെ ആയിട്ട് തന്നെ ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. പല പ്രോഗ്രാമുകൾക്കും പോയി ആ ഒരു അടുപ്പം ഞങ്ങൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ പോലും കുറെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ തമാശക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഉമ്മ കിട്ടിയത് സത്യല്ലേ? ഉമ്മയൊക്കെ ഇഷ്ടം പോലെ എത്രയോ കിട്ടിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഒരു പോലീസുകാരുടെ ഒരു ഉമ്മ കിട്ടി. അതെ, ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോ ഭയങ്കര പ്രിഫറൻസ് ആണ്. അപ്പൊ ഇവനെ ഭയങ്കര ക്യൂ ആയിരുന്നു പണ്ടൊക്കെ. അപ്പൊ ക്യൂ നിന്നിട്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങണില്ലേ, ഇവനെ കണ്ട ഉടനെ എന്നെ വിളിച്ചിട്ടു. അപ്പൊ ഞാനിങ്ങനെ എടുത്തു പിടിച്ച എനിക്കും പോരാലോ, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അറബ്സിന്റെ ഒരു റൂമുണ്ട് അവരുടെ പോലീസിന്റെ മെയിൻ. ക്യൂ വരുമ്പോ ഇവനോടൊരു പ്രത്യേക സ്നേഹം. അത്ര നേരം ശ്രദ്ധിക്കാത്ത, അത്ര നേരം ഞാൻ നടന്ന് വായിന്ന് പത വന്നാലും രക്ഷയില്ല. ക്യൂ വരുമ്പോ ഇങ്ങനെയുള്ള കടന്നു പോകാൻ പാടടുത്ത് വരുമ്പോ പുള്ളി മറ്റേ ഐഡന്റിറ്റി കാർഡ് തപ്പും. അല്ല, അവര് തരുന്ന ഒരു പ്രിഫറൻസ് ഇല്ല ഗൾഫ് രാജ്യത്ത്. ഭയങ്കര ഇവിടെ മോശമായിട്ടല്ല പറയണത്, അവര് കുറെ കൂടുതലാണ്. അവരവിടെ കൊണ്ടുപോയി ഉള്ളിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് പൈസയൊക്കെ തരും. ഉമ്മ മാത്രമൊന്നുമില്ല, ക്യാഷ് ഒക്കെ തരും. എമിഗ്രേഷനൊക്കെ 4 സീലൊക്കെ അടിച്ചു തരും. നോക്കത്ത് പോലുമില്ല. നിങ്ങളുടെ രണ്ടുപേരും ഫസ്റ്റ് വിദേശയാത്ര എങ്ങോട്ട് പറയണെങ്കിൽ മോളെ കൊറേ എപ്പിസോഡുകൾ ഉണ്ടാവും. അതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചത്. അതൊരു പുസ്തകമാണ്, ഒരു സിനിമയാണ് എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് വിദേശയാത്ര എവിടെയായിരുന്നു? ഗൾഫായിരിക്കും. ഗൾഫിൽ നമ്മൾ പുതിയ പരിപാടിയായിട്ടായിരിക്കും പോണത്. ഒരു പ്രാവശ്യം 8 അടി പൊക്കമുള്ള ആളായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഓസ്ട്രേലിയ പോയിട്ടുണ്ട്. ഇവനെ തോളത്തിരുത്തിട്ട് ഡ്രസ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള ആൾ തന്നെ പോലെ ഇരിക്കും. ഓരോ ഇൻട്രൊഡക്ഷൻ ഓരോ സ്ഥലത്ത് വിക്രമാദിത്യം വേതാളായിട്ട് വരും. പ്രാവശ്യം പെട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടി കൊണ്ടുവന്നപ്പോഴേ പുള്ളി എന്നെ മറന്നുപോയത്. ഞാൻ അകത്ത് ശ്വാസം മുട്ടി ചാകണ്ടായിരുന്നു. അത് ഞാൻ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ അടുത്ത്, ഞാൻ അതിനകത്തുണ്ടായിരുന്നു. പുള്ളി ഇന്ററാക്ഷൻ ഉണ്ട് ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ സംഭവത്തെ ക്ലൂ കൊടുക്കും, എന്താന്ന് അവര് പറയണ ആൻസർ. ലോകത്ത് ഇതൊന്നേ ഉള്ളൂ. 2 ക്ലൂ കഴിഞ്ഞാൽ പിന്നെ എന്നെ എടുക്കണം എന്നാണ് നിയമം. അല്ല ഞാൻ ചത്തു പോകുന്ന ഉറപ്പുണ്ട്. 2 പോയിട്ട് 10 ക്ലൂ ആയിട്ട് ഇറക്കിയിട്ടില്ല. അല്ല, ആൾക്കാർ ഭയങ്കര സപ്പോർട്ട്. പറ ലോകത്ത് ഇതൊരെണ്ണേ ഉള്ളൂ. അപ്പൊ അവര് വേറെ എന്തോ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട്, കോഹിനൂർ എന്നൊക്കെ പറയും. അല്ല നെക്സ്റ്റ് ക്ലൂ ഇത് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്നതാണ്. ഒരു ക്ലൂവും കൂടെ ഉണ്ടായിരുന്നേ ഞാൻ ആ ബാഗ് പൊട്ടിത്തെറിച്ച് അങ്ങനെ ക്ലൂ. അപ്പൊ ആൾക്കാർ വേറെ എന്തെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞ് കൈയടിച്ച് 10 ക്ലൂ കൊടുത്തപ്പോൾ ഞാൻ ഇവന്റെ കാര്യം വിട്ടുപോയി. നടനായി മാറി പുള്ളി. ലാസ്റ്റ് ക്ലൂ ഇതാന്ന് പറഞ്ഞ് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും വേർത്ത് വിളിച്ച് സിബ് തുറന്ന് തലവെളിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ 2 മിനിറ്റത്തേക്ക് മിണ്ടാൻ പറ്റിയില്ല.
കാരണം അന്നേരമാണ് ഓക്സിജൻ കിട്ടുന്നത്. നമ്മള് ഫസ്റ്റ് റിഹേഴ്സലിന്റെ അങ്ങനെ ബോക്സ് ഒന്നും വേണ്ട, നമുക്ക് സ്റ്റേജ് ചെയ്യാന്നാ പറഞ്ഞത്. സ്റ്റേജിൽ വന്നപ്പോ ആവേശം കൂടുതൽ, ഡബിൾ ആവൂല. അതെ അതെ അതെ, ഒന്നാമത് കയ്യടിയും എനർജിയും കൂടെ കിട്ടുമ്പോ തന്നെ നമ്മൾ നമ്മളല്ലാണ്ട് മാറി. പിന്നെ പുള്ളി വേറൊരു കാര്യം കൂടെ ചെയ്ത്, ഈ കൈ നിട്ട് പെർഫോം ചെയ്യുന്ന പറയല്ലേ എന്ന് പറഞ്ഞാൽ ഈ ബാഗൊക്കെ വന്നിട്ട് ബാഗ് ഇങ്ങനെ ഇട്ടേക്കുന്നു അതിനകത്ത് ഇടിച്ചിട്ട്, കാരണം ഇത് ബാഗാന്ന് ആൾക്കാർക്ക് തോന്നുന്നത് ആരാന്ന് പറയരുത്. അങ്ങനെ കൈ നിട്ടൊക്കെ അഭിനയിക്കുന്ന ആളാ. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്.